ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതായത് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഏരിയയിൽ നമ്മൾ കബോർഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയ കൂടി ഏകദേശം ഒരേ ലെവലിൽ വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്കത് നല്ല രീതിയിൽ തന്നെ കബോർഡ് വിത്ത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ വെച്ച് പഠിക്കുന്നതിനോ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നതിനോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ പരമായിട്ടുള്ള നീക്കത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളൊരു കബോർഡ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. കബോർഡിൻ്റെ ഏരിയയിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് ഇതുപോലെ തന്നെ ഒരു സൈഡിൽ ഏതാണോ വെക്കാൻ ഉദ്ദേശിക്കുന്ന സൈഡ് അവിടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെക്കുന്ന ഏരിയയിൽ ജസ്റ്റ് ഒരു കോർണർ ലെവലിൽ ചെയ്തിരിക്കുക. അതിനുശേഷം നമ്മൾ ഏതാണോ പ്ലേറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് കറക്റ്റായിട്ട്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് വലുപ്പം വെപ്പിക്കാൻ പാടില്ല. കറക്റ്റായിട്ട് അതേ ലെവലിൽ തന്നെ അതിൻ്റെ ഉള്ളിലൊരു ഔട്ടർ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഏത് സ്വിച്ച് ബോർഡാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് കറക്റ്റ് കട്ട് ചെയ്ത് അത് വെക്കുക. കറക്റ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഒരുപാട് ബൾജ് ചെയ്ത് പോകാൻ പാടില്ല. കണ്ടോ, അത്രയും നമുക്ക് സ്ക്രൂ ചെയ്യാനുള്ള ഗ്യാപ്പ്, ഇത്ര സ്ക്രൂ ചെയ്യാനുള്ള ഗ്യാപ്പ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കാർപ്പൻറ്റേഴ്സിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞ് കറക്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ പ്ലേറ്റ് ഉള്ളിലേക്ക് ഇറങ്ങി പോകരുത്. നമ്മൾ പ്ലേറ്റ് ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കബോർഡുമെയാണ് ഉറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയെല്ലാം വെട്ടി ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട പ്ലേറ്റ് ഏതാണോ വെക്കുന്നത് അത് വെക്കുക. അതായത് നമുക്കൊരു 4 മോഡ്യൂളും നല്ലതാണ് വെക്കുന്നത്. കാരണം ഒരു പ്ലഗ് സ്വിച്ച് പിന്നെ ഒരു ലൈറ്റും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്കതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതായത് കബോർഡിൻ്റെ ഏരിയയിൽ ആ ഏരിയയിൽ മാത്രം നമ്മളൊരു കബോർഡ് തിരിഞ്ഞതിന് ശേഷം അതിന് ഡോറ് വെക്കാതെ നമുക്ക് അവിടെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെക്കാം. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ സൈഡിൽ നമ്മളൊരു ഓൾറെഡി ഒരു ബോക്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് കബോർഡ് വന്നതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടർ കാര്യങ്ങൾ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. കബോർഡ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തു, ആ ഏരിയയിൽ മാത്രം നമ്മൾ ഡോറ് പിടിപ്പിക്കില്ല. അവിടെ നമുക്ക് സിസ്റ്റം വയ്ക്കാം. അതുപോലെ തന്നെ സ്റ്റഡി ഏരിയയിൽ വെക്കാനായിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഷെൽഫ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ തൊട്ടിപ്പുറത്ത് വെക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം, കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ലാപ്ടോപ്പ് കാര്യങ്ങളെല്ലാം തന്നെ ഒരു സൈഡിലേക്ക് ഒതുങ്ങി എന്നാൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. കബോർഡിൻ്റെ ഏരിയയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്യാം. ഇനി അതിന് വേണ്ട സർക്യൂട്ട് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇത്രയാണ് വരുന്നത്. ഫേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെർട്ടർ ഫേസ് ആക്കണമെങ്കിൽ ഇൻവെർട്ടർ ഫേസ് ആക്കാം, അല്ലെങ്കിൽ നോർമൽ ഫേസ് ആണെങ്കിൽ നോർമൽ ഫേസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെ ഒന്നുമില്ല. നമ്മളതിൻ്റെ കറക്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത്, കട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് ബോക്സ് കുഴിഞ്ഞു പോകാതെ, അതായത് അതിൻ്റെ പ്ലേറ്റ് കുഴിഞ്ഞു പോകാത്ത രീതിയിൽ വെക്കണം. നമുക്ക് സിമ്പിളായിട്ട് സ്ക്രൂ ചെയ്യുന്നത് നമുക്ക് അകത്തെ ബോക്സിലല്ല ചെയ്യേണ്ടത്. നമുക്ക് ഈ മൾട്ടിവുഡിൻ്റെയോ അതല്ലെങ്കിൽ നമുക്ക് പ്ലൈവുഡ് ഏത് ഉപയോഗിച്ചിട്ടാണോ ചെയ്യുന്നത് അതിന്മേൽ സ്ക്രൂ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കബോർഡിൻ്റെ കൂടെ തന്നെ നമുക്ക് ലാപ്ടോപ്പ്, സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെക്കാവുന്ന ഏരിയ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഠിക്കുന്ന ഏരിയകൾ, സ്റ്റഡി ഏരിയ, അതിൽ തന്നെ ഷെൽഫ്, ബുക്ക് വയ്ക്കുന്നതിനുള്ള ഷെൽഫ് കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റ കബോർഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.